ഹായ് എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് ലിവർപൂൾ ന്യൂഷാം പാർക്കിലാണ്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോസ് ഞാൻ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാറ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ നടക്കാൻ വന്നതാണ്. ഞാൻ സാധാരണ ഇപ്പോൾ വിൻ്ററിൻ്റെ ടൈമിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിൽ കാണുമ്പോഴത്തേനും വേഗം നടക്കാൻ വരും. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങിയതിന് ശേഷം സ്പ്രിങ്ങും ഏകദേശം ആ ടൈമിലാണ് തുടങ്ങണത്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരാറില്ല. കാരണം ഞാൻ അത്താഴത്തിന് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവും നിൽക്കാൻ. ഉച്ചയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ആ തിരക്കിൽ പോവുക, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ജോലി ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ കണ്ടില്ലേ എൻ്റെ ബാക്കിൽ കാണാമല്ലേ ഫുള്ള് ഫ്ലവേഴ്സ്. വിരിയണേ ഉള്ളൂ കേട്ടോ, ആവണേ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ മാറിയിട്ട് സ്പ്രിങ് തുടങ്ങാനായി. തുടങ്ങിയിട്ടില്ല, മെയ് 21 തീയതിയാണ് സ്പ്രിങ് തുടങ്ങണത്. പക്ഷെ ഇത് ഏർലി സ്പ്രിങ്ങാണ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അവിടെയും കുറച്ച് വേറെയുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എന്താണാവും ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ പൂക്കളൊക്കെ എന്തപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്, എന്തപ്പോൾ ഇതിന് മാത്രമേ ഉള്ളതെന്ന്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൻ്റെ സമയത്തില്ലേ എപ്പോൾ നോക്കിയാലും ഒരു ഇരുട്ടും ഒരു വെളിച്ചം, മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഡിപ്രഷൻ അടിക്കുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. അപ്പം അത് മാറിയിട്ട് വെയിൽ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിന് മൊത്തത്തിലൊരു സന്തോഷം. ഞാനിപ്പോൾ ഏകദേശം ഇങ്ങോട്ട് വന്നിട്ട് 1 ഇയർ ആവാനായിക്കണു. കഴിഞ്ഞ കൊല്ലം ഏപ്രിലാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇത് മാർച്ചായില്ലേ, അടുത്ത മാസത്തിന് 1 വർഷമാവും. അപ്പോൾ വന്നപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേറ്റ് സ്പ്രിങ് ആയിരുന്നു. സ്പ്രിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട്, എന്നാൽ മറ്റേ സമ്മർ തുടങ്ങിയിട്ടുമില്ല. അങ്ങനെ ഒരു ടൈമിലാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൂക്കളായിരുന്നു. എവിടെ ഇങ്ങനെ പൂക്കളൊന്നും ഇല്ലാത്തത് സ്ഥലങ്ങൾ കുറവായിരുന്നു. ഞാൻ കാണിച്ചു തരട്ടെ. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഇപ്പോൾ ഒന്നും ഒരു മരത്തിനും ഇലകളും കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് ഇങ്ങനെ കുറ്റി, ഇങ്ങനെ കരിഞ്ഞ പോലത്തെ മരമില്ലേ, അതുപോലെ ചുറ്റും ഫുള്ള് 4 പുറം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഇതിൽ മൊത്തം പൂക്കളായിരുന്നു. മൊത്തം ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ട്രീ ആണ് ഇതൊക്കെ. അപ്പോൾ വെള്ളയും അതുപോലെ ലൈറ്റ് പിങ്ക് ആണോ, ലൈറ്റ് പിങ്ക് കളറൊരു പൂക്കളാണ് ഉണ്ടാവും. മരം മൊത്തം പൂക്കളെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മറ്റേ കടലാസ് പൂവില്ലേ, ആ റോസിൻ്റെ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്, പിന്നെ പൂമ്പലം കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ നിറച്ച് പൂക്കളുള്ള എന്താ ചെമ്പകൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ കളർഫുള്ളല്ലല്ലോ. അങ്ങനത്തെ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാവും. പോരാത്തന്നെ ഞാൻ വന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഭയങ്കര വേനലായിരുന്നു. ആ സമയത്ത് കുറേ ആൾക്കാർ മറ്റേ കുഴഞ്ഞു വീണിട്ടൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങളാരെങ്കിലും മറ്റേ അബ്രോഡ് എഡ്യൂക്കേഷൻ എങ്ങനെ എന്തിനേലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോബിനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമാണ് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. കാരണം ഈ സമയത്താണ് UK ഒരു മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളതും, അതുപോലെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കാണാനൊക്കെ ഏറ്റവും നല്ലത് ഈ സമയത്താണ്. പിന്നെ നിങ്ങൾ വിൻ്ററിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും, ഭയങ്കര തണുപ്പും, അതുപോലെ മൊത്തത്തിൽ തന്നെ മൊത്തത്തിലൊരു ശോകാവസ്ഥ അറിയില്ലേ, അങ്ങനെ. ഈ ടൈമാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഞാൻ ആ സമയത്താണ്, ഞാൻ അറിഞ്ഞിട്ട് വന്നൊന്നുമല്ല, എനിക്ക് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ടൈമായി. പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നതാണ്. പക്ഷേ ഇനി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ശീലമൊന്നുമില്ല. അതാണ് ഈ പറയുമ്പോഴൊക്കെ തെറ്റിപ്പോണത്. എപ്പോൾ പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കണതാണ്. പിന്നെന്താ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ വന്ന സമയത്ത് ഈ തണുപ്പ് പോലും എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിഗ്രി 12 ഡിഗ്രി 11 ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ തണുപ്പുള്ളത്. പക്ഷെ വന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും കുഴപ്പമില്ല. ക്ലാസ്സിലുള്ള ബാക്കി പിള്ളേരൊക്കെ സമ്മറാണോണ്ട് ജാക്കറ്റൊക്കെ ഇടാണ്ട് സാധാ പോലെ നടക്കും. ഞാൻ ജാക്കറ്റ് ഇട്ടാലും നല്ല വിറയോട് വിറ. ക്ലാസ്സിലൊക്കെ ഞങ്ങൾക്ക് ഹീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയ കാരണം സമ്മറിൽ ഞങ്ങൾക്ക് ഹീറ്റർ ഇട്ടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഇപ്പോൾ വന്നിട്ട് പുതിയ പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലൈമറ്റ് സെറ്റ് ആവണുള്ളൂ പറഞ്ഞിട്ട് ഹീറ്റർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹീറ്റർ ഇട്ടിട്ട് ഞാൻ വിറക്കിയിട്ടുണ്ടായിരുന്നു, ഫുള്ള് വിറന്നിട്ട്. ഞങ്ങൾക്ക് ക്ലാസ്സിൽ ജാക്കറ്റ് ഇടാൻ പാടില്ല. ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ചെയറിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടണം, അല്ലെങ്കിൽ മടക്കി ബാഗിൽ വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിട്ട് ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞെനിക്ക് തണുപ്പ് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ഇതാണ്, ഞാൻ ജാക്കറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ അവർ പറയും ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൻ്ററായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എങ്ങനെ ക്ലൈമറ്റ് സെറ്റ് ആവുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ എന്താണാവോ, പിന്നെ പതുക്കെ അങ്ങോട്ട് സെറ്റായി. ഞാൻ ഇപ്പോൾ ജാക്കറ്റ് ഒന്നും ഇട്ടില്ല. ഇപ്പോൾ സാധാരണ
വീട്ടിലില്ല, അങ്ങനെ അത്ര പുതിയ ഡ്രസ്സല്ല, എന്നാൽ അത്ര പഴയ ഡ്രസ്സല്ല. കണ്ടില്ല, അദ്ദേഹം കട്ടിയൊന്നും ഇല്ലാത്ത സാധാ നോർമൽ ടൈപ്പ് ഒരു ടോപ്പും അതുപോലെ പാൻസും ഇട്ടിരിക്കുന്നത്. ഇതൊന്നും ഇപ്പം അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മുന്നേ എന്താണെന്നറിയില്ല, തീരെ പറ്റിയിരുന്നില്ല ഈ തണുപ്പൊന്നും. ഇനിയിപ്പോൾ ഞാൻ മാത്രം നമ്മുടെ സ്കിൻ കളറും അതുപോലെ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, മറ്റേ ഈ കുറച്ച് സ്കിന്ന് കുറച്ചതുപോലെ ബ്രൗൺ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാർക്ക് മറ്റേ ചൂട് അതുപോലെ വെയിലൊക്കെ കുറച്ചും കൂടി ഇതാക്കാൻ പറ്റും എന്നൊക്കെ പറയില്ലേ. ഇപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ അതോ ഞാൻ ഇത്ര കാലം വളർന്ന സാഹചര്യത്തിൻ്റെ ആണോയെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് ചൂട് കൂടിയതല്ലേ, അപ്പോൾ അതുകൊണ്ടാണോയെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ കൂടുതലും ഇന്ത്യൻസിലുള്ളത് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ. അവർ പിന്നെ പഞ്ചാബ് അതുപോലെ ആ ഏരിയയിലൊക്കെ ഉള്ളത്, പിന്നെ കാശ്മീരൊക്കെ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നല്ല തണുപ്പുള്ള സ്ഥലത്ത് നിന്നല്ലേ വരുന്നത്, അവർക്ക് ഇപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സമയമായിട്ട്. അവിടെ നമ്മൾ മാത്രമല്ല, ഞാൻ വെച്ചെങ്കിൽ നാട്ടിൽ നിന്ന് വന്നവർ മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരും കുറച്ച് ആക്റ്റീവ് ആവണ ടൈം ഇതാണ്. അല്ലാത്ത സമയത്തൊക്കെ മറ്റേ വിൻ്ററിലൊക്കെ ഫുള്ള് ജാക്കറ്റും അതുപോലെ തെർമലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതായിട്ട് നടക്കണ്ടാവും. അപ്പോഴാണ് ശരിക്കും ഈ ഫാഷൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലാണ്, അപ്പോൾ ആളോട് പറയും ഞാൻ ഈ സമയത്ത് നിങ്ങളെന്നെ കൊണ്ടില്ല പറഞ്ഞു. കാരണം അവർ കൂടുതലും മറ്റേ ട്രൗസേഴ്സ് അതുപോലെ ഷോർട്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് നടക്കും. അപ്പോൾ ഞാൻ പറയും ഈ സമയത്ത് ഞങ്ങളെ കൊണ്ടില്ല പറയുള്ളൂ, തമാശയ്ക്ക് പറയണതാണ്. പക്ഷേ ഈ സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരു ഇതും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ചുകൂടി ആസ്വദിക്കണമെങ്കിൽ ഈ സമയത്ത് വരണം. സമയത്ത് മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ, അതുപോലെ ഇവിടുത്തെ ഈ പക്ഷികളൊക്കെ ഇല്ലേ, പ്രാവായാലും അണ്ണാനായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതും ഈ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുക. ഇപ്പോൾ ഇവിടെ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ പ്രാവ് അതുപോലെ അണ്ണാൻ, അരയന്നം, താറാവ്, പിന്നെ എനിക്ക് പേരറിയാത്ത അങ്ങനെ കുറേ പക്ഷികളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായാലും ഭയങ്കര ആക്റ്റീവ് ഉണ്ടാവും. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒരു കുളം, ഇത് നല്ല വലുതാണ്. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ അറിയണില്ല. ഞാൻ ഇനി അത് കൂടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ട്. ഇത് ആരുടെയും സ്വന്തം എന്നല്ല, മറ്റേ ഈ അരയന്നങ്ങളുടെയൊക്കെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമാർക്കഡ് ആയിട്ടുള്ള അരയന്നങ്ങളില്ല, ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള സംഭവത്തിലൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ഓണർ പറയണത് ഇവിടുത്തെ ബ്രിട്ടീഷ് രാജ്ഞിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് മൊണാർക്കിൻ്റെ കീഴിലാണ് ഇവരുടെ ഇതിൻ്റെയൊക്കെ സംരക്ഷണം വരുന്നത്. അങ്ങനെ ആർക്കും പിടിച്ചുകൊണ്ട് വരാനൊന്നും പാടില്ല. അതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉള്ളത് തോന്നിയത് മറ്റേ പെറ്റ്സിൻ്റെ കാര്യത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടൈപ്പ് മൃഗങ്ങളെ വളർത്തുമെങ്കിലും ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യില്ല. അതായത് മറ്റേ പട്ടീനെയൊക്കെ ഇങ്ങനെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരാൾ പോകുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ പട്ടി എവിടെ, ദേ കണ്ടില്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇത്ര വെറൈറ്റി ടൈപ്പ് പട്ടികളും അതുപോലെ നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് ചിലപ്പോൾ ഞാൻ പറയണ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ വലുതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പറയണത്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടതൊക്കെ മറ്റേ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാണ്ട് അങ്ങനെ അത്ര വല്ലാണ്ട് വെറൈറ്റി സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഡോഗ്സ് ആണെങ്കിലും ക്യാറ്റിനെ അങ്ങനെ ഞാൻ പബ്ലിക് അങ്ങനെ കൊണ്ടുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ല. അതിന് വേറൊരു ടൈപ്പ് കേജിലാണ് കൂടുതൽ അങ്ങനെ കൊണ്ടുകൊണ്ട് കണ്ടിരിക്കണം. പക്ഷേ ഡോഗ്സിനെ അങ്ങനെ ബസ്സിലാണെങ്കിലും നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ കാണാം. ഇവർ കുറച്ചും കൂടി പെറ്റ് ഫ്രണ്ട്ലിയാണ്. മറ്റേ പക്ഷെ ഇവിടെ കാഷ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതവർ മാനേജ് ചെയ്യണം കേട്ടോ, അതുകൊണ്ട് ഇട്ട് പോകാൻ പറ്റില്ല. ഇവിടെ കുറേ ലിറ്റർ പറഞ്ഞിട്ട് ബോക്സ് ഉണ്ട്, ബ്ലാക്ക് ബോക്സ് ഉണ്ടാവും അവിടെ, മറ്റേ വേസ്റ്റ് ഒക്കെ ഇടാൻ അതിൽ കൊണ്ടുപോയിട്ട് ഇടണം. പക്ഷെ അവരെ മൊത്തത്തിൽ മെൻറ്റാലിറ്റി അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരിനേക്കാളും ഒരു ഡബിൾ ആക്റ്റീവാണ് പറയില്ലേ, അതുപോലെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഒരു 60-65 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൂടുതൽ സ്ത്രീകളാണ് ഇങ്ങനെ ഒതുങ്ങി കൂടില്ല ചെയ്യുക. പ്രായമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരെ മക്കളങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ പ്രായമായി പിന്നെ അങ്ങനെ അവിടെ ഒതുങ്ങി കൂടില്ല ചെയ്യുക. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 65 വയസ്സിലാണ് തോന്നുന്നുണ്ട് ഇവർക്ക് പെൻഷൻ ആവണത്. അപ്പോൾ ഈ 65 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ആക്റ്റീവ് ആവുക ചെയ്യുക. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു കൊളീഗിന് ഇപ്പോൾ 63 വയസ്സ് പോകുന്നുണ്ട്, 63 വയസ്സായിക്കണു. അപ്പോൾ അവരുടെ അടുത്ത് ഇനി എന്താ ഞങ്ങളുടെ പ്ലാൻ എന്താ ചോദിച്ചപ്പോൾ അവർ പറയണമെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞില്ലെങ്കിൽ ഫുള്ള് ലൈഫ് എൻജോയ് ചെയ്യാൻ പോകണമെന്നൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രായമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ അധികം കാലമൊന്നുമില്ല, അതുപോലെ ഇനിയിപ്പോൾ എന്താ ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എൻഡ് ഓഫ് ലൈഫ് പോലെയാണ് അവർ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവർ ഫുള്ള് ചില്ലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആയുർദൈർഘ്യം കൂടുതലാട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഒരു മിനിമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
70 വയസ്സൊക്കെ അല്ലേ നമ്മൾ പറയും. പക്ഷെ ഇവിടെ പറഞ്ഞാൽ 90, 95, 100, 100ൻ്റെ മുകളിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം. പിന്നെ കൂടുതൽ കുറച്ചൊക്കെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മളിവിടെ. പക്ഷെ ഇവിടെ നല്ലോണം മറ്റേ ഡ്രിങ്ക്സ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്ക്, അതുപോലെ മോൺസ്റ്റർ, ഭയങ്കര കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ, അത് നന്നായിട്ട് കുടിക്കണം. നമ്മുടെ നാട്ടിലത്തേനേക്കാളും ഒരു ആയുസിൽ ഒരാൾ കുടിക്കണത് ഇവർ പകുതി വർഷം കൊണ്ട്, ആയുസൊന്നുമല്ല, ഒരു 10 വർഷത്തിൽ ഒരാൾ നമ്മുടെ നാട്ടിൽ കുടിക്കണത് ഒരു 2-3 മാസത്തിനുള്ളിൽ കുടിക്കണ്ടാവും. എന്നും കുടിക്കും 2-3 എണ്ണൊക്കെ ക്യാനൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് എങ്ങനെയൊക്കെയാണോ അതൊക്കെ, നമുക്ക് വരില്ലല്ലോ, എനിക്കറിയില്ലേ കുടിക്കണവരുണ്ടോ വരില്ല. ഞാൻ കുടിക്കില്ല, എനിക്ക് അറിയേണ്ടത് അങ്ങനെ ആരും ഇങ്ങനെ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവർ ഭയങ്കര ഇതാ. പിന്നെ നമ്മുടെ ചോറിൻ്റെ ഒക്കെ ആയിരിക്കും. ഇവരങ്ങനെ ഫുഡൊന്നും അങ്ങനെ വല്ലാണ്ടൊന്നും കഴിക്കില്ല. കഴിക്കണ തന്നെ പല നേരത്തായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുക. കണ്ടില്ലേ, ഇതൊരു ചെറി ബ്ലോസത്തിൻ്റെ മരം വെട്ടിയിട്ട് പിന്നെ ഇങ്ങനെ തഴച്ച് വന്നിട്ടുള്ളതാണ്. അതിൽ കാണാല്ലേ മറ്റേ ഇല വരാനൊക്കെ മറ്റേ ബഡ്സൊക്കെ കണ്ടില്ലേ. ഇത് ചെറി ബ്ലോസത്തിൻ്റെ ഒരു മരമാണ്. ബാക്കി വലുതിലും വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ദൂരമായ കാരണം കാണാനായിട്ടാവും. പിന്നെ എനിക്ക് കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഈ സ്പെക്സ് വെക്കാൻ ശരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വെക്കലില്ല. എനിക്ക് മറ്റേ ഷോർട്ട് സൈറ്റ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഓവർ അങ്ങനെ ദൂരത്തേക്കുള്ളത് കാണില്ല. മൊത്തത്തിലൊരു ഡാമേജാണ് കണ്ണിനും ഇതൊക്കെ. വെറുതെ പറഞ്ഞിട്ട് അത്ര വലിയ ഡാമേജൊന്നുമില്ല, എന്നാലും ചെറിയൊരു പവറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇതിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ഫ്ലവേഴ്സും ഇതൊക്കെ വരും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. അത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഇനി എന്തായാലും കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എന്തായാലും ആവുണ്ടാവും. ഞാനപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മറ്റേ അവർക്ക് രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തല്ലേ നമ്മുടെ നാട്ടിൽ കൂടുതൽ ജോഗിങ്ങിനൊക്കെ ഇറങ്ങുക. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണ് ടൈം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇറങ്ങും. ഇപ്പോൾ ഏകദേശം നട്ട് ഉച്ചയായിട്ടുണ്ട്. ഇപ്പോഴും ജോഗിങ്ങിനൊക്കെ പോകണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മറ്റേ പെറ്റ്സിനായിട്ട് വാക്കിങ്ങിന് വരണതൊക്കെ. ഇവിടെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര സമാധാനമാണ്. കണ്ടോ, പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല. ശരിക്ക് ഇങ്ങോട്ട് വന്നതിന് ശരിക്ക് വന്ന് ചേഞ്ച് തോന്നുന്നുണ്ട് മൊത്തത്തിൽ. ഇങ്ങനെ ഈ വെളിച്ചം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഒരു എപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥയല്ലേ, അതിൽ ഇങ്ങനെ മാറുമ്പോൾ ഒരു ഇതായി വരിക എന്ന് മാത്രം. ഇവിടെ കുറേ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്, മറ്റേ ട്യൂലിപ്സ്, അതുപോലെ ചെറി ബ്ലോസം, പിന്നെ ബ്ലൂബെല്ലൊന്നും പൊട്ടിക്കാൻ പാടില്ല, മറ്റെന്തോ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലൂബെല്ലൊന്നും പൊട്ടിക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ എന്തായാലും എടുക്കും. എൻ്റെ പഴയ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ചെറി ബ്ലോസത്തിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇതായിരുന്നു എന്ന്, അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കും. ഞാൻ എൻ്റെ താത്താനെ എടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നതിൻ്റെ പിറ്റത്തെ ദിവസം. ഞാൻ അന്ന് അവളെ കാണുന്നത് ഞാൻ ആകെ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ആകെ താത്താനെ 2 വട്ടം കണ്ടിട്ടുണ്ടാവുള്ളൂ. ആകെ 2 വട്ടം 2 വട്ടമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവൾ UAEക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ UK വന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ ഒരുമിച്ച് താമസിക്കണത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് കുറേ ആൾക്കാർ സൈക്ലിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലും പിള്ളേരാട്ടോ, കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികൾ. ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 10-18 വയസ്സ് വരെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അവർക്ക് ആകെ 10 വയസ്സ് 12 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ചെറിയ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഹൈറ്റുമാണ്, അതുപോലെ സൈസും ഉണ്ടാവും. നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഏജ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ സാധാരണ നമ്മൾ പുറത്തേക്കൊക്കെ എങ്ങോട്ടേലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ ഷെയർ ചെയ്യില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വാണ്ടിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യില്ലേ. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ കൊടുക്കലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ സാധാരണ മിക്കവാറും ചിലവർക്കൊക്കെ അലർജി ഉണ്ടാവും ചില ഫുഡിനൊക്കെ. പക്ഷെ ഇവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അലർജി ഭയങ്കര കൂടുതലാണ്. ചിലവർക്ക് പീനട്ടിനോട് അലർജി, കാഷ്യൂവിനോട് അലർജി, പല ടൈപ്പ് അലർജി ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ. അത് കാരണം അങ്ങനെ ഫുഡൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മുടെ സ്പൈസസ് അല്ലല്ലോ ഇവരങ്ങനെ യൂസ് ചെയ്യണത്. ഇവരുടെ ഫുഡിന് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ചോക്ലേറ്റ്, അതുപോലെ കേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ് അവരുടെ നമ്മളെക്കാളും. ടേസ്റ്റ് വൈസ് ആണെങ്കിലും അല്ലാണ്ടും കാണാൻ പ്രസൻറ്റേഷനൊക്കെ നല്ലതാണ്. അതല്ലാണ്ട് ഉള്ളതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. പിന്നെ ചില സാധനങ്ങൾ നല്ലതാണ്, മറ്റേ കോളിഫ്ലവറും ചീസ് പറഞ്ഞിട്ട് ചില ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള തന്നെയാണ്. ഫ്ലേവറാണ് മെയിനായിട്ട് ഇവരുടെ. ബാക്കി വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കുളത്തിൻ്റെ സൈഡിലെ കുറേ ആൾക്കാർ, കുളം പറഞ്ഞാൽ ചെറുതൊന്നുമല്ല കേട്ടോ, വലിയൊരു പാർക്കിൻ്റെ ഒരു
കാൽഭാഗത്തോളം കുള പറയുകയാണെങ്കിൽ വലിയ ഭയങ്കര വൈഡായിട്ടുള്ള ലാർജ് ഏരിയയിലാണ് നിൽക്കുന്നത്. 2 ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഫിഷിങ്ങിന് ആൾക്കാർ ഇങ്ങനെ ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ ഫിഷ് കൊണ്ടുപോകണമെന്നില്ല തോന്നുന്നുണ്ട്. ഒരാൾ ഞാൻ മീൻ പിടിച്ചിട്ട് കുറേ പിടിക്കണമുണ്ട്, അയാൾ അതിൽ തന്നെ ഇടുന്നുണ്ട്. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലുള്ള രീതിയിൽ തോന്നുന്നുണ്ട് അയാൾ പിടിക്കുന്നത്. അതിന് അലൗഡ് കൊണ്ടുപോലും അലൗഡ് അല്ല തോന്നുന്നുണ്ട്, ഇല്ലീഗലാണ് തോന്നുന്നുണ്ട്. പിടിക്കൽ കാണലുണ്ട് ഇവിടെ. അപ്പോൾ അവർ പിടിച്ചിട്ട് അതിൽ തന്നെ ഇടുന്നുണ്ട്. ഈ വിൻ്ററിൻ്റെ സമയത്തൊക്കെ വെള്ളം ഫുൾ ഐസായിരുന്നു. ഫുള്ളായിട്ട് ഐസല്ല, എന്നാലും ഒരു 90% മോൾ ഭാഗം ഐസുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് സെറ്റായിക്കണത്. നാട്ടിലുണ്ടായിരുന്ന സമയത്തേക്കും മറ്റേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിൻ്റെ അലൗഡല്ല. ക്യാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സ് ഒരു പെറ്റ്സും അലൗഡല്ല. ഞങ്ങളുടെ എഗ്രിമെൻറ്റിലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പെറ്റ്സിനെ വളർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഓണർക്ക് നോട്ടീസ് കൊടുക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ അവരോട് പെറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെറ്റ്സ് അലൗഡല്ല പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് മാറിയ സമയത്ത് വളർത്താൻ പറ്റുന്നുണ്ടാവും പറഞ്ഞു. എനിക്ക് 1-2 പൂച്ചയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് 5, 6, 7, 8 പൂച്ച ഉണ്ടായിരുന്നു ഞാൻ UK വരാൻ നിൽക്കുന്ന സമയത്ത്. പക്ഷേ അതിലൊരു പൂച്ചയ്ക്ക് മറ്റേ എന്തൊരു വൈറസോ എന്തൊരു തരം പനി പിടിച്ചിട്ട് അത് രക്ഷപ്പെട്ടു. പക്ഷെ അതൊഴികെ ബാക്കി എല്ലാ പൂച്ചയും പോയി. അങ്ങനെ പനി പിടിച്ചിട്ട് അത് ഭയങ്കര അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ് എല്ലാവരും ഇതായിട്ട്. ഇനി പഠിത്തം എന്തായാലും കാണില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും. പോരാത്തന്നെ അത് എല്ലാതും ഓരോ ദിവസം അങ്ങനെ മരിക്കാണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക്. ഈ സാധാരണ സത്യം പറഞ്ഞെങ്കിൽ മറ്റേ മനുഷ്യന്മാരില്ലേ, അവരെക്കാളൊക്കെ നല്ലത് ഇടയ്ക്ക് നമുക്ക് തോന്നും പെറ്റ്സാണെന്ന്. വേറെ ഒന്നുമല്ല, അത് ഭയങ്കര ലോയലല്ലേ അവർക്ക് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ കള്ളത്തരം ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ലോയൽ. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് താത്തക്കും അതേട്ടോ. എൻ്റെ താത്തക്ക് പൂച്ച കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, ബിസിനസ്സൊക്കെ ആയിരുന്നു. അവൾ UAE സമയത്ത് പൂച്ചേനെയൊക്കെ വളർത്തിയിട്ട് വിൽക്കുക. അതുപോലെ അവളുടെ കൂടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ കുറേ അറബ്സും അതുപോലെ ഇതൊക്കെ ആയിരുന്നു. ഫ്ലാറ്റിൽ അറബ്സ് അല്ല, മറ്റേ അഫ്ഗാനികളില്ലേ അതും. പിന്നെ അവൾ പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ അവൾ പഠിപ്പിക്കണത് അറബ്സിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചിലവരൊക്കെ നാട്ടിലേക്ക് പോകാനൊക്കെ ഉള്ളപ്പോൾ അവൾക്ക് പൂച്ചേനെ കൊണ്ടുവന്ന് കൊടുക്കുക, പോലെ പൂച്ചയുടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പൈസയും കൊടുക്കും നോക്കാൻ വേണ്ടിയിട്ട്, പോയി വരണ അത്ര ടൈമിൽ. അവൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് താത്ത വേറെ വീട് പിടിക്കാനൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഞാൻ ആ സമയത്താകുമ്പോഴത്തേനും ഇവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. ഞാൻ മിക്കവാറും PSW കഴിയണവരെ ഉണ്ടാവും UK ഞാൻ വേറെ ഏതെങ്കിലും കൺട്രീസ് നോക്കണമെന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന് കൊണ്ടാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് ഞാൻ വന്നത് ഏപ്രിലാണ് ഉണ്ടായിരുന്നത്. ജനുവരി പകുതി വരെ തോന്നുന്നുണ്ട്. 15-ാം തീയതി കറക്റ്റായിട്ട് ഓർമ്മയില്ല. സ്പൗസിന് കൊണ്ടാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്തിനേക്കാളും കുറച്ച് വൈകിട്ട് വന്ന കാരണം ഹസ്ബൻഡിന് കൊണ്ടാൻ പറ്റില്ല. അപ്പോൾ സ്പൗസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺട്രി നോക്കണം. അതുപോലെ ഇവിടെ ഇങ്ങനെ സ്പൗസിന് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് വിസയിലേക്ക് മാറിയാലും നമ്മുടെ വരുമാനം ഭയങ്കര കൂടുതൽ വേണം, എന്നാൽ മാത്രമേ ഇവിടെ സ്പൗസിന് വിസ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ മാത്രം നോക്കിയാൽ പോരല്ലോ, ഫാമിലി ലൈഫും കൂടി നോക്കണ്ടേ. അപ്പം ആ രീതിയിൽ നോക്കാൻ വെച്ചിട്ടാണ്. എൻ്റെ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് 22ആയി. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നല്ല സപ്പോർട്ടീവായ കാരണമാണ് ഇങ്ങനെ ഒരു നിൽക്കാൻ പറ്റുന്നത്. കാരണം ആൾ നാട്ടിലും ഞാൻ ഇവിടെ UK അല്ലേ. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരാൻ പറ്റുന്ന സമയത്താകുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നിയമം മാറിയതിന് ശേഷം കുറേ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. സ്പൗസിനെ കൊണ്ടാൻ പറ്റില്ല എന്നായപ്പോൾ. അപ്പോൾ മിക്കവാറും ഞാൻ UK ഒരു മൊത്തം 3 വർഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മിക്കവാറും പോകാനാണ് ചാൻസ്. ഞാൻ ഇംഗ്ലണ്ടിൽ നിൽക്കണമെന്ന് താല്പര്യം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എൻ്റെ താത്തക്ക് ലിവർപൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ലിവർപൂൾ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഡിമാൻഡിങ് ഒന്നുമല്ല. എവിടെയെങ്കിലും വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ GCC കൺട്രീസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസൊക്കെ നോക്കണം എന്ന് എൻ്റെ ആഗ്രഹം. സാധാരണ ഞാനങ്ങനെ ആരെയിട്ടും അത്ര പെട്ടെന്ന് കമ്പനി ആവാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് 2 ആൾ കിട്ടിയിട്ടോ. ഈ വീഡിയോൻ്റെത് ആ കോർണറിൽ 2 ആൾക്കാർ നിൽക്കണ കാണാനില്ലേ, അവരെനിക്ക് ഇന്ന് ഫ്രണ്ട്സായിട്ട് കിട്ടി. ഇനി മിക്കവാറും ഇങ്ങനെയുള്ള വീഡിയോസിലൊക്കെ അവരും ഉണ്ടാവും. പെട്ടെന്ന് കമ്പനി ആയി. സാധാരണ ഞാൻ അങ്ങനെ കമ്പനി ആവാറൊന്നുമില്ല അങ്ങനെ ആരെയിട്ടും.
പിന്നെ ഈ പാർക്കിലുള്ള ജീവികളില്ലേ, പക്ഷികൾക്കും അതുപോലെ തന്നെ ഈ അണ്ണാനൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് നടക്കാൻ ഫാമിലിയുടെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഫുഡായിട്ടാണ് വരും ഇവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. അപ്പോൾ അതുപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. പിന്നെന്താ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.